ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് എത്തിയിരിക്കുകയാണ്. ഫ്രം കൊച്ചി ടു ഡബ്ലിൻ വയ അബുദാബി. നമ്മുടെ കൊച്ചിയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചി ടു അബുദാബി ഒരു 3.5 hours ട്രാവലും, അബുദാബിയിൽ നിന്ന് ഡബ്ലിനിലേക്ക് ഒരു 8 hours ട്രാവലുമാണ്. ഫ്ലൈറ്റ് വരുന്നത് എത്തിഹാഡാണ്. എക്കണോമി ഡ്യൂലക്സ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 40 kg ലഗേജും അതോടൊപ്പം തന്നെ 7 kg ഹാൻഡ് ലഗേജും നമുക്ക് ക്യാരി ചെയ്യാം. എക്കണോമി ഡ്യൂലക്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ ചെക്കിനൊക്കെ എ സെക്ഷനിലാണ് വരുന്നത്. ബിസിനസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒക്കെ കൂടെയാണ് ഞങ്ങളുടെ എക്കണോമി ഡ്യൂലക്സിൻ്റെ ചെക്കിൻ വരുന്നത്. ഇന്ന് വലിയ ബിസി ഡേ ഒന്നും അല്ലാത്തതുകൊണ്ട് ചെക്കിനൊക്കെ പെട്ടെന്ന് തീർന്നു. ഞങ്ങളുടെ ബാഗൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എമിറേറ്റ്സിൻ്റെ ടാഗൊക്കെ തന്ന് ഞങ്ങളുടെ ബാഗൊക്കെ കയറ്റി വിട്ടു. അതായത് ഞങ്ങൾ നേരെ ചെന്ന് ഇമിഗ്രേഷനിലേക്കാണ്. മണി എക്സ്ചേഞ്ച് ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇമിഗ്രേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ എക്സ്ചേഞ്ചൊക്കെ ചെയ്ത് ഇമിഗ്രേഷൻ നല്ല സിമ്പിളായിട്ട് ചെയ്തു. ഇമിഗ്രേഷനൊക്കെ നല്ല സിമ്പിളായിട്ടാണ് തീർന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് വിസയൊക്കെ കാണിച്ച് ഞങ്ങൾ നേരെ അകത്ത് കയറി. കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അകത്തൂടെയാണ് നമ്മൾ നേരെ ഗേറ്റിലേക്ക് ചെല്ലുന്നത്. ഞങ്ങളുടെ ഗേറ്റ് 2 ആയിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ ഒരു 2 hours നേരത്തെ എത്തിയിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് 4:30-ക്കാണ്. ഞങ്ങളൊരു 1 o'clock ഒക്കെ ആയപ്പോൾ തന്നെ എത്തി. ചെക്കിനൊക്കെ ചെയ്ത് ഒരു 2:15 അകത്ത് കയറി. ഞങ്ങൾക്ക് പിന്നെ ഒരു 1 hour ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം കളയാൻ വേണ്ടി ജസ്റ്റ് ഗേറ്റിനകത്തോട്ടുള്ള ഷോപ്സിൽ കൂടെയൊക്കെ നടന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയി വീട്ടിലൊക്കെ വിളിച്ചാണ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നടന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്ത് അതിൻ്റെ അകത്തായിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസും ഫോറിൻ ഐറ്റംസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് സമയം പോയപ്പോഴത്തേക്കും നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടായി. നമ്മുടെ ബോർഡിങ്ങിന് വേണ്ടി ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം പ്രയോറിറ്റി പീപ്പിൾ, വീൽ ചെയറുള്ളവരാണ് ഫസ്റ്റ് കൊണ്ടുപോകുന്നത്. പിന്നെ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് പീപ്പിൾ. അപ്പോൾ ഞങ്ങൾ എക്കണോമി ഡ്യൂലക്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് എ ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് ഞങ്ങൾ ഗ്രൂപ്പ് എ. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് എ വിളിച്ചപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്തേക്ക് നടക്കുന്ന വഴിയാണ്. ഇങ്ങനെ നടന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന വഴി. അപ്പോൾ നടന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ എത്തിഹാഡ് ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തൊക്കെ നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ ഇൻഡിഗോയും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എത്തിഹാഡിലേക്കുള്ളത് നേരെ ചെന്ന് ലെഫ്റ്റിലേക്കുള്ള പാത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് സെൻട്രൽ സീറ്റുമാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ റിയയാണ് ഇരിക്കുന്നത്. കയറുമ്പോൾ തന്നെ നമുക്കൊരു പില്ലോയും ബെഡ്ഷീറ്റുമാണ് തരുന്നത്. ലൈക്ക് ഒരു 3 hours ഫ്ലൈറ്റ് ആയതുകൊണ്ട് റെസ്റ്റ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊരു പില്ലോയും, തണുക്കുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാങ്കറ്റുമാണ് തന്നിരിക്കുന്നത്. ഈ ഫ്ലൈറ്റിലാണ് നമുക്ക് സ്ക്രീൻ വരുന്നില്ല. സ്ക്രീൻ വരാത്തൊരു ഫ്ലൈറ്റാണ്. അതോടൊപ്പം തന്നെ മേളിൽ തന്നെ നമുക്ക് AC കൺട്രോൾ വെൻറ്റും ലൈറ്റും എയർ ഹോസ്റ്റസിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് പ്രസ് ചെയ്യാനുള്ള ബട്ടനുമാണ് ഇതിൻ്റെ മേളിൽ കൊടുക്കുന്നത്. അങ്ങനെ ഒരു 1/2 hour കഴിഞ്ഞ് ബോർഡിങ് കഴിഞ്ഞു. ഫ്ലൈറ്റ് പയ്യെ റൺവേ കൊണ്ടിട്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ടേക്ക് ഓഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇരിപ്പായി. വണ്ടി പയ്യെ ടേക്ക് ഓഫായി. യെസ്, അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. സ്കൈയിലൊക്കെ എത്തി സ്റ്റേബിളായി. ഒരു 20-25 minutes കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സെറ്റിലായപ്പോഴത്തേക്കും എന്നാൽ പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാണിച്ചു തരാൻ നോക്കി. നല്ല ലെഗ് സ്പേസും കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റായിരുന്നു. വായിക്കാൻ വേണ്ടി 3 മാഗസിൻ തന്നിട്ടുണ്ടായിരുന്നു. വായിക്കാനൊന്നും പോയില്ല. പിന്നെ നമുക്ക് 25-30 minutes കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫുഡും അവർ സെർവ് ചെയ്യാൻ തുടങ്ങി. ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീറ്റിലേക്ക്. ആ ക്ലിപ്പ് ജസ്റ്റ് മേലിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ടേബിൾ താഴേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ആയി വരും. അത്യാവശ്യം നല്ല സെറ്റബിളുള്ള ടേബിളായിരുന്നു. എന്തായാലും ടേബിൾ താത്തി വെച്ചപ്പോൾ തന്നെ അവർ ഫുഡ് കൊണ്ട് തരാൻ തുടങ്ങി. ഇനിയിപ്പോൾ നേരെ ഫുഡിലേക്ക് കിടക്കണം. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചിക്കനോ വെജെന്ന് എന്തായാലും അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ട്രേ ആണ് അവർ തരുന്നത്. ജ്യൂസ് വെറൈറ്റീസ് മാംഗോ, ആപ്പിൾ, ഓറഞ്ച്, പിന്നെ റെഡ് വൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ മാംഗോയും റെഡ് വൈനാണ് എടുത്തത്. അതോടൊപ്പം തന്നെ വേവിച്ച് കുറച്ച് പയറും പിന്നെ പായസവും ഉണ്ടായിരുന്നു.
പിന്നെ മെയിൻ കോഴ്സായിട്ട് നമുക്ക് വരുന്നത് ചിക്കൻ പറഞ്ഞുകൊണ്ട് കുറച്ച് ബിരിയാണി റൈസും ബീൻസ് പോലത്തെ തോരനും പിന്നെ ചിക്കൻ കറിയാണ് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരം 5:30 ഒക്കെ ആയി ഫുഡ് വന്നപ്പോൾ. ഒരു ഈവനിങ് ബ്രഞ്ച് പോലത്തെ ഒരു ഫുഡാണ് നമുക്ക് കിട്ടിയത്. സംഭവം കൊള്ളായിരുന്നു. നല്ല ബിരിയാണിയിൽ നല്ല നെയ്യും സോൾട്ടൊക്കെ ഉള്ളൊരു ഫ്ലേവറും, ബീൻസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റായിരുന്നു. ഫുഡ് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ പായസം അടിപൊളിയായിരുന്നു. പയർ ജസ്റ്റ് ഒരു ഓക്കെ ആയിരുന്നു. റെഡ് വൈനും ഭയങ്കര കയ്പ്പായിരുന്നു. മാംഗോ ജ്യൂസ് അടിപൊളിയായിരുന്നു. നല്ല തിക്ക് പൾപ്പൊക്കെ ഇട്ട ഒരു മാംഗോ ജ്യൂസായിരുന്നു. അതുപോലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അബുദാബി എത്താറായി. അങ്ങനെ ഒരു 3 hours ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അബുദാബി അടുത്ത്. ഉറങ്ങാനും നിന്നില്ല. ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അബുദാബി എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ അബുദാബിയിലേക്കുള്ള ലാൻഡിങ് ആണ് ഈ കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കുന്നുണ്ടോ ആ റൈറ്റ് സൈഡിലിരുന്ന കൊച്ചെങ്ങനെ നമ്മുടെ ഫ്രണ്ട് വന്നു. എന്തായാലും നടുക്കത്തെ ഫ്രണ്ടിലത്തെ സീറ്റ് ഫ്രീ ആയതുകൊണ്ട് അവളവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എൻ്റെ സങ്കടം വന്നുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു അവളോട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി. സീറ്റ് ഫ്രീ ആയതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി ഞങ്ങളുടെ കൂടെയായി. ഞങ്ങൾ 4 പേരാണ് ഡബ്ലിനിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അബുദാബിയിലെ സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി പ്രശ്നം എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ട്രാൻസിറ്റിനായിട്ട് 8 hours ആണ് ഇനി ഉള്ളത്. 8 hours കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ആദ്യം ഫുഡ് കഴിക്കാൻ ഓർത്ത് നേരെ ടെർമിനലിലേക്ക് വന്നിറങ്ങി. ടെർമിനൽ A ആയിരുന്നു തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നേരെ ഞങ്ങൾ ടെർമിനൽ Aയിൽ വന്നിറങ്ങി. ഇതാണ് സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ A. 8 മണിക്കൂർ ഉള്ളതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് കുറച്ച് നേരം പോയി ഇരുന്ന് എവിടെയെങ്കിലും കുറച്ച് ഫുഡ് കഴിക്കണം. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ടെർമിനൽ Aയിൽ വന്നിറങ്ങിയിട്ട് ഫുഡ് കോർട്ട് എവിടെയാണെന്ന് വേണ്ടിയുള്ള തപ്പലിൻ്റെ ഒരു ഭാഗമായിട്ട് ചുറ്റിക്കറങ്ങി അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് കോർട്ട് കിട്ടി. അങ്ങനെ ഫുഡ് കോർട്ട് തപ്പി ഞങ്ങൾ അവിടുന്ന് മെക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങും ടെക്സസ് അമേരിക്കൻ എന്ന ബ്രാൻഡ്സിൽ നിന്നുള്ള കുറച്ച് ബർഗേഴ്സും കോക്കൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഉണ്ടായിരുന്ന 7 മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ നേരെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അവിടുത്തെ റെസ്റ്റിംഗ് സ്പേസസിൽ ഇരുന്ന് കിടന്നുറങ്ങി. കുറച്ച് നേരം നടന്നു, കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഞങ്ങളങ്ങനെ 7 hours കഴിഞ്ഞ് നമ്മുടെ ഗേറ്റിലെ ബോർഡിങ് സ്റ്റാർട്ടിങ് ചെയ്തു. അപ്പോൾ സെയിം ടിക്കറ്റിൽ തന്നെയായിരുന്നു നമ്മുടെ അബുദാബി ടു ഡബ്ലിനിലുള്ള ഫ്ലൈറ്റും. ആ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മളിനി നേരെ അബുദാബി ടു ഡബ്ലിനിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയുള്ള നടപ്പിലാണ്. നമുക്ക് അബുദാബിയിൽ നിന്ന് 2 AM അടുത്ത എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറി. നേരത്തെ ഫ്ലൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. 2x3x2 എന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് സെയിം ഇവരുടെ പില്ലോയും ബ്ലാങ്കറ്റും അതോടൊപ്പം തന്നെ ഈ ഫ്ലൈറ്റിൽ സ്ക്രീൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ സീറ്റിംഗ് എനിക്ക് ഐൽ സീറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഐൽ സീറ്റാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. പെട്ടെന്ന് ബാത്റൂമിൽ പോകാനാണെങ്കിലും പുറത്തിറങ്ങാനാണെങ്കിലും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തൊരു 20 minutes കഴിഞ്ഞപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ടൊരു പിസ്സയുടെ ഒരു സ്ലൈസാണ് അവർ തന്നത്. പിസ്സ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബ്രെഡിൻ്റെ മേളിൽ കുറച്ച് ചീസും വെജീസും സോസൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് അവർ തന്നു. ഒരു 30 minutes കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്നാക്സ് കൊണ്ട് തന്നത്. അങ്ങനെ ടൈം പോയി. നമ്മുടെ അയർലൻഡ് എത്തുന്നതിന് ഒരു 1.5 hour മുമ്പാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടെത്തുന്നത്. അയർലൻഡിൽ നമ്മളവിടെ ഒരു 7 AM ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5:45 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇതിലാണെങ്കിൽ ക്രൊസോൺസ്, കുറച്ച് ഫ്രൂട്ട് കട്ട്സ്, പിന്നെ കുറച്ച് യോഗേർട്ട്, നമുക്കൊരു ജാം ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയുടെ. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സിനകത്ത് വരുന്നതാണ് നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ് ആണോ ഓംലെറ്റ് ആണോ എന്ന് അവർ ഓപ്ഷൻസ് ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് ഇവരുടെ ഓംലെറ്റാണ്, ചീസ് ഓംലെറ്റാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ചീസ് ഓംലെറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഹാഷ് ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ ടൊമാറ്റോ സോസിലിട്ട് നമ്മുടെ നോർമൽ ബീൻസും ഒരു മഷ്റൂമും പിന്നെ ഒരു സോസേജാണ് വരുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ കൈൻഡ് ഓഫ് ഒരു ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടൈപ്പാണ് വരുന്ന ഫുഡ്.
അപ്പം അങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ബാത്റൂമിൽ പോയി. കഴിഞ്ഞ ഫ്ലൈറ്റിൻ്റെ ബാത്റൂം ടൂർ കാണിക്കാൻ പറ്റിയില്ല, അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ബാത്റൂം ടൂർ കാണിക്കാൻ നിർത്തി. ചെറിയൊരു സ്പേസാണ്, അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറേ കണ്ണാടിയുണ്ട്, ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ, പിന്നെ മൗത്ത് ഗാർഗിളാൻ വേണ്ടി അവർ മൗത്ത് വാഷ് തന്നിട്ടുണ്ട്, ഹാൻഡ് സാനിറ്റൈസർ, പിന്നെ തൂക്കിയിടാൻ വേണ്ടിയുള്ളൊരു ഹുക്സ്, പിന്നെ ചെറിയൊരു ബാത്റൂമുണ്ട്. സംഭവം കൊള്ളാം. ഒരാൾക്ക് നിന്ന് ബ്രഷ് ചെയ്യാനും ഫേസൊക്കെ വാഷ് ചെയ്യാനും ബാത്റൂമിൽ പോകാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. എന്തായാലും ഇതിനകത്ത് സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്, കാരണം അതിൻ്റെ അകത്ത് സ്മോക്ക് ഡിറ്റക്ടറൊക്കെ ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ ബാത്റൂം ടൂറും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡബ്ലിനിൽ ലാൻഡായി. ഡബ്ലിനിൽ നേരെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ ചെല്ലുന്നത് ഡബ്ലിനിലെ ഇമിഗ്രേഷനിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ഡബ്ലിൻ ചെന്ന് നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഇമിഗ്രേഷനിലൊക്കെ എത്തി ഞങ്ങളുടെ പാസ്പോർട്ടും വർക്ക് വിസയൊക്കെ കാണിച്ച് നല്ല ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് സ്മൂത്തായിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് സ്റ്റാമ്പും ചെയ്ത് തന്നു. ഞാനൊരു രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് ഡബ്ലിനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ പുതിയ പുതിയ ഡബ്ലിൻ വിശേഷങ്ങളും അയർലൻഡ് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നഴ്സിംഗ് ലൈഫിലെ വിശേഷങ്ങളായിട്ട് പുതിയ വീട്ടിലേക്ക് കാണുന്നവരെ ബൈ.